ഇത്രയും സീസൺ നടന്നതിൽ ഇങ്ങനെയൊരു അവസ്ഥ ഇതാദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത്. 3 ആഴ്ചയാകുമ്പോൾ തന്നെ മെയിൻ കണ്ടന്റ് കൊടുത്ത എല്ലാവരും പുറത്ത്. രതീഷ് ആൻഡ് റോക്കിക്ക് ശേഷം സിജോയും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പുറത്തായി. പോൾസ് ഒക്കെ ഇടുമ്പോൾ അർജുൻ, ഋഷി, ജിൻഡോ ഒക്കെയാണ് മുന്നിൽ വരുന്നത്. അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം എത്ര ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലൂടെയാണ് സീസൺ കടന്നു പോകുന്നതെന്ന്. ആകെ വഴക്ക് നടത്താൻ കഴിവുള്ളത് ജാസ്മിനാണ്. പക്ഷേ അവരും മറ്റുള്ള ആരെങ്കിലും തന്നോട് വഴക്കിന് വന്നാലേ തിരിച്ച് പ്രതികരിക്കൂ. മൊത്തത്തിൽ വാഴകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസ്. മികച്ച മത്സരാർത്ഥികൾ ആദ്യം തന്നെ സീസണിൽ നിന്നും ഔട്ടായത് തന്നെ വലിയ ശോകമാണ് ഈ ഷോയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക അഭിപ്രായങ്ങളും വരുന്നത് ആദ്യ ആഴ്ചയിൽ ഔട്ടായ രതീഷിനെ വൈൽഡ് കാർഡായിട്ട് തിരിച്ച് കൊണ്ടുവരിക, ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയ 6 വൈൽഡ് കാർഡുകളെ കയറ്റി വിടുക. മുന്നോട്ട് ഷോ പോകണമെങ്കിൽ വൈൽഡ് കാർഡ് ഉടനെ തന്നെ വരണം. നിലവിൽ മൂലയ്ക്ക് മാറിയിരുന്ന പരദൂഷണ കമ്മിറ്റിയും ജാസ്മിൻ ഗബ്രി തമ്മിലെ പ്രേമ ക്രിഞ്ചും മാത്രമായി ഒതുങ്ങി പോവുകയാണ് ഈ സീസൺ. വ്യക്തമായ ഒരു കണ്ടന്റ് ഒരിടത്തും ആർക്കുമില്ല എന്നതാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ വൈൽഡ് കാർഡുകൾ വീട്ടിലേക്ക് കയറുകയാണ്. 3 മുതൽ 5 വൈൽഡ് കാർഡ് വരെ ഈ വീക്കെൻഡ് കയറാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ ഡബിൾ എവിക്ഷനും സാധ്യത കൂടുതലാണെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൺഫേംഡായ 2 വൈൽഡ് കാർഡുകളിൽ ഒരാൾ മുഹമ്മദ് ജാസിലാണ്. പുള്ളി ഒരു ബ്ലോഗറാണ്, ദുബായിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അടുത്ത കൺഫേംഡ് ആയിട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് അനീഷ് പി ലൂയിസ് ആണ്. അനീഷ് ഒരു ജിം ട്രെയിനറാണ്. രണ്ടുപേരും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ബിഗ് ബോസിലേക്ക് എൻട്രി ഉണ്ടെന്നും വൈൽഡ് കാർഡാണെന്നും പറഞ്ഞുള്ള വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്.